നമസ്കാരം. ജീവിതം പലപ്പോഴും നമ്മെ പല വിചിത്രമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും കടത്തിവിടുന്നത്. ചിലതൊക്കെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും, മറ്റ് ചിലതൊക്കെ അപ്രതീക്ഷിതവുമായിരിക്കും. തെറ്റ് തിരുത്താനുള്ള, മനുഷ്യത്വം വീണ്ടെടുക്കാനുള്ള ഒരു നല്ല നിലയിലെന്ന രീതിയിൽ ഈ പുതുവർഷത്തിൽ നമുക്ക് നന്ദി നിറഞ്ഞ മനസ്സോടെ പെരുമാറാം. TN ശേഷൻ ഒരു മാനേജ്മെൻറ്റ് സെമിനാറിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു സംഭവ കഥ പറയുന്നുണ്ട്. അദ്ദേഹം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കെ ഉത്തർപ്രദേശിലെ പല ഗ്രാമങ്ങളിലൂടെയും യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വീഥിയുടെ ഇരുവശവും നിറയെ മാവിൻ തോട്ടങ്ങളാണ്. ആ മാവിൻ തോട്ടങ്ങളിലെ മാവുകളിൽ പലതിൽ നിന്നും തൂക്കണാങ്കുരുവിയുടെ കൂടുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു. വളരെ മനോഹരമായ കാഴ്ചയാണ്. ശേഷനോടൊപ്പം കാറിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവർ ആ കാർ നിർത്തി ഇറങ്ങി ആ കാഴ്ച കാണുവാൻ വേണ്ടി അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ശേഷൻ്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം തോന്നി. ഇതിൽ 2 കൂടുകൾ ഒന്ന് പുറത്തെടുത്ത് നമ്മുടെ സ്വീകരണ മുറിയിൽ തൂക്കിയാൽ വളരെ മനോഹരമായിരിക്കുമെന്ന് തോന്നുകയാണ്. അപ്പോൾ അവിടെയുള്ള ആ കാലി മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാലനെ വിളിച്ചുകൊണ്ട് ആ മാവിൻ മുകളിൽ കയറി 2 തൂക്കണാങ്കുരുവിയുടെ കൂടുകൾ പുറത്തെടുക്കാൻ പറയുകയാണ്. പക്ഷെ ആ ബാലൻ അത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ്. ആ ബാലന് 10 രൂപ കൊടുക്കാമെന്നും പിന്നീട് 50 രൂപ കൊടുക്കാമെന്നും ഒക്കെ വാഗ്ദാനങ്ങൾ ചെയ്യുകയാണ്. പക്ഷെ ആ ബാലൻ തീർത്തു പറയുകയാണ്, നിങ്ങൾ എത്ര രൂപ തന്നെ തന്നതെന്ന് പറഞ്ഞാലും ഞാനിത് എടുത്തു തരികയില്ല. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്ന അകമ്പടി വാഹനത്തിൽ നിന്നുള്ള പോലീസുകാരും ഇറങ്ങി ഈ ബാലനെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയുകയാണ്, ഞാൻ ഈ കൂടുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുത്തു തരികയാണെങ്കിൽ, അല്ലെങ്കിൽ 2 എടുത്തു തരികയാണെങ്കിൽ, ഈ രാവിലെ തീറ്റ തേടിപ്പോയി കഴിഞ്ഞാൽ ഈ അമ്മ കുരുവി കുറച്ച് കഴിഞ്ഞ് ഇത് തീറ്റ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും. അത് വരുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ കൂടുകളിൽ മുട്ടയോ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞു കുരുവികളോ ഒക്കെ ഉണ്ടായിരിക്കും. ഇതിനെയെല്ലാം കാണാതെയാകുമ്പോൾ അത് ഇവിടെ എല്ലാം കരഞ്ഞുകൊണ്ട് അന്വേഷിച്ച് നടക്കും. അങ്ങനെ ആ കാഴ്ച, ആ ദയനീയമായ കാഴ്ച കാണാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നിങ്ങൾ എത്ര പറഞ്ഞാലും, എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും ഇത് ഞാൻ പുറത്തെടുത്ത് തരികയില്ല എന്ന്. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് ശേഷൻ പറയുകയാണ്, തൻ്റെ ആ ഒരു അംഗരക്ഷകരും തൻ്റെ IASഉം തൻ്റെ വിദ്യാഭ്യാസവും എല്ലാം ഈ ബാലൻ്റെ മുന്നിൽ, ബാലൻ്റെ അറിവിൻ്റെ മുന്നിൽ നിഷ്പ്രഭമായി പോയി എന്നാണ്. അദ്ദേഹം വളരെ തല കുനിച്ച് നിന്നു എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ നാം ധരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളോ നാം സഞ്ചരിക്കുന്ന ആഡംബര കാറുകളോ ഒന്നും ആയിരിക്കരുത് നമ്മുടെ മനുഷ്യത്വം നിർണ്ണയിക്കേണ്ടത്. അറിവാകുന്നത് സഹജീവികളെ നാം സ്നേഹിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രകൃതിയെ നാം അറിയുമ്പോഴാണ്. ആ ഒരു നല്ല തീരുമാനം, പ്രകൃതിയെ അറിയുവാനും സഹജീവികളെ നമ്മുടെ ഒപ്പം തന്നെ കൂട്ടുപിടിച്ച് നിർത്തുവാനും അതായിരിക്കണം നമ്മുടെ ഈ പുതുവർഷ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനമായിരിക്കേണ്ടത്. അതാണ് ഈ ശേഷൻ തീരുമാനങ്ങളിലെ ഏറ്റവും വലിയതെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. ആയതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിൽ നമുക്ക് സഹജീവികളെ അറിയുവാനും, അറിവ് ഒത്തിരിയേറെ സമ്പാദിച്ചു എന്നതിലുപരി പ്രകൃതിയെ അറിയുവാനും ആ ഒരു നല്ല സ്പന്ദനം തിരിച്ചറിയുവാനും മനസ്സിൻ്റെ മന്ത്രണം തിരിച്ചറിയാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.